ഫോർത്ത് മൊഡ്യൂളിലെ പാർട്ട് 5. പാർട്ട് 5-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രപ്പിസോയിഡൽ റൂള്. ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് ഇന്റഗ്രൽ a to b f of x dx ആണെങ്കിൽ h/2 f of x naught plus 2 into f of x1 plus 2 into f of x3 plus etc. 2 into f of x minus 1 plus f of xn. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റും ലാസ്റ്റ് എന്തില്ല, 2 ഇല്ല. ബാക്കി എല്ലാ ടേമിലും എന്തുണ്ട്, 2 ഉണ്ടെന്ന് ഓർക്കുക. എഫ് ഇൻറ്റു ഇനി ഈ n എന്ന് പറഞ്ഞാൽ സബ് ഇന്റർവെൽ ആണ്, ലെങ്ത്തുകൾ. ഇനി എച്ച് കാണുന്ന ഇക്വേഷൻ b മൈനസ് എ ബൈ എൻ ആണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ്, യൂസ് ദി ട്രപ്പിസോയിഡൽ റൂൾ വിത്ത് n ഈക്വൽ ടു 4 ടു എസ്റ്റിമേറ്റ് ഇന്റഗ്രൽ 1 to 2 x സ്ക്വയർ dx. അപ്പോൾ നമുക്കറിയാം ട്രപ്പിസോയിഡൽ റൂൾ ആണെങ്കിൽ ഇന്റഗ്രൽ a to b f of x dx ആണ് അല്ലേ. അങ്ങനെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇവിടെ a എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് അല്ലെ, 1 ആണ്. തന്ന ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്, 1. ഇനി b എന്ന് പറഞ്ഞാൽ തന്ന ഇന്റഗ്രലിന്റെ അപ്പർ ലിമിറ്റ് ഇവിടെ എത്ര, 2 ആണ്. ഇനി f of x എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ x സ്ക്വയർ. ഇനി n എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ എയും ബിയും എന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, ഇക്വേഷന് b മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ 2 മൈനസ് 1/4 എന്തായി, 1/4. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഇനി നമുക്കറിയാം, ഇനി ഇക്വേഷനകത്ത് എന്തുണ്ട്, x0 ഉണ്ട്, x1 ഉണ്ട്, x3 ഉണ്ട്, അങ്ങനെ എക്സെട്ര പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ x0 എഴുതാണ്. x0 ഈക്വൽ ടു, ഞാൻ x0 എന്ന് പറഞ്ഞാൽ ഈ തന്ന ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് പറഞ്ഞാൽ a ആണല്ലോ. എന്റെ വാല്യൂ എത്ര, ഇവിടെ 1 ആണ്. ഇനി x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, x0 പ്ലസ് h ആണ്. x0ന്റെ വാല്യൂ എത്രയാണ്, 1. hന്റെ വാല്യൂ 0.25 എന്തായി, ആഡ് ചെയ്യുമ്പോൾ 1.25 ആയി. ഇനി x2 എന്ന് പറഞ്ഞാൽ എന്താണ്, x1 പ്ലസ് h ആണ്. x1 എന്ന് പറഞ്ഞാൽ 1.25 പ്ലസ് 0.25 ആഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടി. ഇനി x3 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് h ഈക്വൽ ടു 1.5 പ്ലസ് 0.25 എത്രയായി, 1.75 കിട്ടി. ഇനി x4 എന്ന് പറഞ്ഞാൽ എന്താണ്, x3 പ്ലസ് h ആണ്. x3 എത്ര, 1.75 പ്ലസ് എന്താണ് 0.25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടി. ഈ 2 എന്ന് പറഞ്ഞാൽ തന്ന അല്ല ഇന്റഗ്രേഷന്റെ അപ്പർ ലിമിറ്റ് ആണ്, അത് b. അപ്പോൾ അതുവരെ ചെയ്താൽ മതി. അപ്പോൾ ഈ ലോവർ ലിമിറ്റ് തുടങ്ങി അപ്പർ ലിമിറ്റ് വരെ കിട്ടുന്നവരെ ചെയ്താൽ മതി. ഇനി നമുക്കറിയാം ആണ് ട്രപ്പിസോയിഡൽ ഇക്വേഷൻ അറിയാലോ, എന്താണ്, ഇന്റഗ്രൽ a to b എന്താണ് f of x dx ആണെങ്കിൽ h/2 f of x naught അല്ലെ. അപ്പൊ ഇവിടെ എത്ര, n 4 വരെയാണ്. അപ്പൊ f of x naught പ്ലസ് അടുത്ത വരുമ്പോൾ 2 ഉണ്ട്, 2 into f of x1 പ്ലസ് 2 into f of x2 പ്ലസ് 2 into f of x3 അല്ലെ, പ്ലസ് f of x4 അല്ല. ഫസ്റ്റ് ലാസ്റ്റ് എന്തില്ല എന്ന് പറഞ്ഞു, 2 ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക എന്തൊക്കെയുണ്ട്, x0 അല്ലെ, f of x0 കണ്ടുപിടിക്കണം, f of x1 കണ്ടുപിടിക്കണം, f of x2 കണ്ടുപിടിക്കണം, അതുപോലെ f of x3, f of x4 കണ്ടുപിടിക്കണം. h നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ, 0.25 ആണെന്ന് നമുക്കറിയാം. തന്നിക്കണി f of x എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ x സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ x0 ഈക്വൽ ടു എത്ര, നമുക്ക് 1 അറിയാം. അങ്ങനെയാണെങ്കിൽ f of x0 എന്ന് പറയാൻ എന്ത് വരിക, f of 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈക്വൽ ടു 1. ഇനി അടുത്തത് x1 കൊടുക്കുമ്പോൾ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 1.25. അപ്പോൾ എന്താവും, f of x1 എന്ന് പറഞ്ഞാൽ f of 1.25 എത്ര വരിക, 1.25 ഹോൾ സ്ക്വയർ. 1.25 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.5625. ഇനി അടുത്തെന്താ, x2ന്റെ വാല്യൂ 1.5 ആണ്. അപ്പൊ f of x2 ഈക്വൽ ടു f of 1.5. അപ്പൊ എന്താ, 1.5 ഹോൾ സ്ക്വയർ. 1.5 ഹോൾ സ്ക്വയർ 2.25 ആണ്. ഇനി അടുത്തത് x3 എന്ന് പറഞ്ഞാൽ 1.75 ആണ്. അപ്പോൾ എന്താ, f of x3 ഈക്വൽ ടു f of 1.75 ഈക്വൽ ടു എന്താ, 1.75 ഹോൾ സ്ക്വയർ.
ഈക്വൽ എന്താ സ്ക്വയർ എത്ര കിട്ടുക 3.0625 കിട്ടി. ഇനി അടുത്ത് x4 എന്തായി x4 2 ആണ്. അപ്പോൾ f of x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി f of 2 ആണ്. f of 2 പറഞ്ഞാൽ 2 സ്ക്വയർ പറഞ്ഞാൽ 4. അപ്പോൾ ഇതിന് കിട്ടുന്ന എല്ലാ വാല്യൂസും കിട്ടി. ഇനി f of x അറിയാം, എയും ബിയും ഒക്കെ അറിയാം. അപ്പം എന്ത് ചെയ്യാം, ഇന്റഗ്രൽ 1 to 2 f of x എന്ന് പറഞ്ഞാൽ ഇവിടെ x സ്ക്വയർ dx ഈക്വൽ ടു എന്ത് വരും, ഇവിടെ h ആണ്. എച്ചിന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം, എത്രയാണ് 0.25/2. ഇനി ഫസ്റ്റ് f of x നോട്ട് ആണ്. f of x നോട്ട് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഇൻറ്റു f of x1 1.5625. അടുത്ത 2 ഇൻറ്റു f of x2 എന്ന് പറഞ്ഞാൽ 2.25. 2 ഇൻറ്റു f of x3 എന്ന് പറഞ്ഞാൽ 3.0625. അടുത്തെന്താ f of x4 എന്ന് പറഞ്ഞാൽ 4 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, എന്താ 1.25/2 1 പ്ലസ് ഇതിനെ ചെയ്യുമ്പോൾ എന്താവും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.125 പ്ലസ് 4.5 6.25 പ്ലസ് 4 ഈക്വൽ ടു 0.25/2 ചെയ്യത്ര 0.125 ഇൻറ്റു ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18.75 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക 2.3435 കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, യൂസ് ട്രപ്പിസോയിഡൽ റൂൾ വിത്ത് n equal to 4 to estimate integral 1 to 3 2x minus 1 dx. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എന്താണ്, ഇന്റഗ്രൽ a to b f of x dx ആണെങ്കിൽ ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ് അല്ലെ. f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2x minus 1 ആണ്. എന്നും അറിയാം എത്രയാണ് 4. ഈ h കണ്ടുപിടിക്കാൻ b minus a by n. b എത്രയാണ് 3, a എത്ര 1, n 4. അഗെയിൻ എന്താണ് 2/4 ഈക്വൽ ടു 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ ആദ്യം ഈ എക്സ് നോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ a ആണ്. a എത്ര ഇവിടെ 1. ഇനി x1 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച്. എക്സ് നോട്ട് എത്രയാണ് 1, h എത്ര 0.5. അപ്പോൾ എത്രയായി 1.5. ഇനി x2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് h. x1 എത്രയാണ് 1.5, h എന്ന് പറഞ്ഞാൽ 0.5. ആഡ് ചെയ്ത് എത്ര 2t. ഇനി x3 ഇവിടെ 2 അല്ല കിട്ടേണ്ട, നമുക്ക് 3 വരെ എത്തണം. x3 ഈക്വൽ ടു x2 പ്ലസ് h. x2 എത്രയാണ് 2, h എത്ര 0.5, എത്ര 2.5. ഇനി x4 x3 പ്ലസ് h എത്രയാണ് 2.5 പ്ലസ് 0.5 എത്രയായി 3 എന്ന് പറഞ്ഞാൽ നമ്മൾ b ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് വരെ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യുക, ട്രപ്പിസോയിഡൽ ഇക്വേഷനിലേക്ക് പോവുക. എന്താണ് ഇന്റഗ്രൽ a to b അല്ലെ f of x dx ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ h/2. ഇവിടെ എത്ര വരെയുണ്ട് f of x അല്ലെ 3 അല്ലെ x 4 വരെ. അപ്പോൾ ഫസ്റ്റ് f of x നോട്ട് പ്ലസ് 2 ഇൻറ്റു f of x 1 പ്ലസ് 2 ഇൻറ്റു f of x2 പ്ലസ് 2 ഇൻറ്റു f of x3 പ്ലസ് f of x4 അല്ലെ. ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം 2 ഇല്ല. ഇനി ഇവിടെ തന്നിട്ടുണ്ട് f of x ഈക്വൽ ടു എന്താണ് 2x മൈനസ് 1 ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് നോട്ട് കണ്ടുപിടിക്കുക. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് നമ്മൾ കണ്ടെത്തി 1 ആണ്. അപ്പോൾ f of x നോട്ട് എന്ന് പറയുമ്പോൾ എക്സ് ഓൺ സ്ഥാനത്ത് എന്താ കൊടുക്കുക 1 കൊടുക്കുമ്പോൾ എന്താവും 2 ഇൻറ്റു 1 മൈനസ് 1 എത്രയാണ് 2 മൈനസ് 1 ഈക്വൽ ടു 1. ഇനി അടുത്ത് x ഈക്വൽ ടു എത്രയാണ് x1 ഈക്വൽ ടു 1.5. അപ്പോൾ f of x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of 1.5 എത്ര വരും 2 ഇൻറ്റു 1.5 മൈനസ് 1 അല്ലെ. എത്ര വരും വരെ 1.5 പറഞ്ഞാൽ 3 മൈനസ് 1 എത്ര വരും 2 കിട്ടും. ഇനി അടുത്തത് x2 ഈക്വൽ ടു 2 ഇംപ്ലൈസ് f of x2 ഈക്വൽ ടു f of 2. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 1 എന്താണ്
4 minus 1 equal to 3. x3 equal to 2.5 implies f of x3 equal to f of 2.5. And 2 into 2.5 minus 1. 2 into 2.5 ആണ് 5 minus 1 equal to 4. ഇനി അടുത്തതാണ് x4. എന്താവും x4 എന്താണ് 3 implies f of x4. x4ന്റെ വാല്യൂ എത്രയാണ് 3 ആണ് ഈക്വൽ ടു 2 into 3 minus 1 എത്രയാണ് 6 minus 1 എന്ന് പറഞ്ഞാൽ 5. ഇനി എന്ത് ചെയ്യാം തന്ന ഇക്വേഷനിലേക്ക് അല്ല ട്രപ്പിസോൾ ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എന്താണ് ഇന്റഗ്രൽ ഇവിടെ 1 to 3 f of x ആണ് 2x minus 1 dx ഈക്വൽ ടു h എന്ന് പറഞ്ഞാൽ 0.5 by 2. ഇനി f of x നോട്ടിന്റെ വാല്യൂ എത്രയായിരുന്നു 1 ആണ് പ്ലസ് 2 ഇൻറ്റു അടുത്തത് f of x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി അടുത്ത 2 ഇൻറ്റു f of x3 എന്ന് പറഞ്ഞാൽ f of x2 എന്ന് പറഞ്ഞാൽ 3 ആണ് പ്ലസ് അടുത്ത f of x3 എന്ന് പറഞ്ഞാൽ അത് 4 ആണ് പ്ലസ് f of x4 എന്ന് പറഞ്ഞാൽ 5. ഇനി 0.5 by 2 എന്ന് പറഞ്ഞാൽ 0.25. ഇനി 1 പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 5. ഇനി 0.25 ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ആവും 24 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആവും 6 കിട്ടും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്ത് നോക്കുക. ദ എറർ എസ്റ്റിമേറ്റ് ഫോർ ദി ട്രപ്പിസോയിഡൽ റൂള്. ഡെഫിനിഷൻ നോക്കാം. If f double dash is a continuous and m is any upper bound for the value of f double dash modulus f double dash on closed interval a comma b, then error less than or equal to b minus a divided by 12 h square into m. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ചെയ്തിരുന്നു ഇന്റഗ്രൽ 1 to 2 x square dx അല്ലെ. ഇത് വെച്ച് ട്രപ്പിസോൾ റൂൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയായിരുന്നു വാല്യൂ കിട്ടിയത് 2.3475 ആണ്. ഇത് നമ്മൾ നോർമലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇതിനെ അല്ലേ ഇൻ്റഗ്രൽ 1 to 2 x square ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും x³ by 3. ഇനി എന്ത് ചെയ്യുക 1 to 2 എത്രയാണ് 1/3 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്താവും x³ by 1 to 2 ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക എന്താവും 2³ minus 1³ എത്ര വരിക 1/3 എത്ര വരും 8 minus 1 ഈക്വൽ ടു എന്താണ് 7/3 കിട്ടും. 7/3 എന്ന് പറഞ്ഞാൽ 2.33333 അല്ലേ. അപ്പോൾ ഈ നമുക്ക് സാധാരണ നോർമൽ ചെയ്ത ഇൻ്റഗ്രേഷന് വാല്യൂ 2.333യും നമ്മൾ ട്രപ്പിസോഡിൽ ചെയ്ത വാല്യൂ 2.3475 ആണ് കിട്ടിയത്. ട്രപ്പിസോഡിൽ ചെയ്തപ്പോൾ കിട്ടിയ ഇൻ്റഗ്രൽ വാല്യൂവും അല്ലെ നോർമലായി ചെയ്ത ഇന്റഗ്രൽ വാല്യൂ തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇവിടെ കണ്ടതിന് മനസ്സിലാവും 2.3475 ആണ്. ആ സ്ഥാനത്ത് നോർമലായി ചെയ്യുമ്പോൾ 2.333 ആണ്. അപ്പൊ എത്രയാണ് ആ സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്താ രണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 2.3475ൽ നിന്ന് 2.3333 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ ഇവിടെ 2 4 1 0 0. അപ്പോൾ ഈ സ്ലൈറ്റ് ഡിഫറൻസിന്റെ പേര് പറയുന്നത് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഏത് ട്രപ്പിസോഡൽ രീതിയിൽ ചെയ്ത് കിട്ടിയ ഇന്റഗ്രേഷൻ വാല്യൂവും നോർമലായി ചെയ്ത ഇന്റഗ്രേഷൻ വാല്യൂവും തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ആ എറർ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. എന്താണ് അപ്പോൾ ഇവിടെ ട്രപ്പിസോഡൽ ആയതുകൊണ്ടാണ് എറർ എസ്റ്റിമേറ്റ് ഫോർ ദി ട്രപ്പിസോഡൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ് എറർ ഈക്വൽ ടു b minus a by 12 into h square into m. ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് എറർ എസ്റ്റിമേറ്റ് ഓർ ട്രപ്പിസോഡൽ റൂൾ വിത്ത് n equal to 4 to estimate integral 1 to 2 x square dx. അപ്പോൾ തന്നിട്ടുണ്ട് ഇന്റഗ്രൽ എന്താണ് 1 to 2 x square dx, പിന്നെ n equal to 4 തന്നിട്ടുണ്ട്. ഇവിടെ a എത്രയാണ് 1 ആണ്, b എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് h ആണ്. h ആണ് നമുക്ക് ഇക്വേഷൻ അറിയില്ല. എന്താണ് b മൈനസ് എ ബൈ n ആണ്. b എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, a എന്ന 1 ആണ്, n എന്ന് പറഞ്ഞാൽ 4. അപ്പൊ എത്രയായി 1/4 വരും. 1/4 എന്നാൽ 0.25 ആണ്.
നമുക്കറിയാം എറർ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താണ് എറർ കാണാൻ ER ലെസ് ദാൻ ഓർ ഈക്വൽ ടു B മൈനസ് A ബൈ 12h² ഇൻറ്റു M. അപ്പൊ എച്ച് കിട്ടി, ബി അറിയാം, എ അറിയാം, ഇനി എം എന്താണെന്ന് അറിയാം. എമ്മിന് ഒരു കണ്ടീഷൻ പറഞ്ഞു നമ്മൾ, എന്താണ് അല്ലെ, എം ഇസ് എനി അപ്പർ ബൗണ്ട് ഫോർ ദി വാല്യൂ ഓഫ് എന്താണ് എഫ് ഡബിൾ ഡാഷ് അല്ലെ, മോഡുലസ് എഫ് ഡബിൾ ഡാഷ്. അപ്പൊ എം ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ എന്താ പറയാ, അപ്പർ ബൗണ്ട് for the value of modulus f double dash on ഏത് ഇന്റർവെല്ലാണ് തന്ന ഇന്റർവെൽ ഏതാണ് 1, ക്ലോസ് ഇന്റർവൽ 1, 2. അപ്പൊ f ഡബിൾ ഡാഷ് വരെ കാണാം. അപ്പൊ ഇവിടെ f ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ x² ആണ്. അതിനെ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരിക 2x. ഇനി സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും f ഓഫ് x-ന് 2. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 1, 2ന്റെ അകത്ത് എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂ മാക്സിമം വരുന്ന വാല്യൂ എത്രയെന്ന് നോക്കാം. ഇവിടെ ഏത് ഈ 1ന്റെയും 2ന്റെയും ഇടയിൽ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്താലും 2 ആണ്, 2 കൊടുത്താലും 2 ആണ് അല്ലെ. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലും എന്താണ് എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂ എന്താണ് ഇവിടെ 2 ആണ്. അപ്പൊ എം എന്താണ് ഇവിടെ കിട്ടിയത് 2 കിട്ടി. എറർ എന്ന് പറയുന്നത് എന്താണ്, ER ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വേഷൻ അറിയാം B മൈനസ് A ബൈ 12 ഇൻറ്റു h² ഇൻറ്റു M. ബി എത്രയാണ് 2, A 1, 12 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 0.25, എം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഈ 2ഉം ഇവിടുത്തെ 12ഉം വെട്ടിപ്പോയി. അപ്പൊ എന്തായി ഇവിടെ 6 ആയി. 0.25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.0625. ഡിവിഷൻ നടത്തുമ്പോൾ എത്ര കിട്ടി 0.01042. അപ്പൊ ഇതാണ് ഇതിന്റെ എറർ എന്ന് പറയുന്നത്. ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് for the error in corrected in the estimating 0 to pi x into sin x dx with the trapezoidal rule with n equal to 10 step ആണ് പറഞ്ഞത്. അപ്പോൾ തന്ന വാല്യൂ ഏതൊക്കെ ഇവിടെ ഇന്റഗ്രൽ 0 to pi x into sin x dx. വീണ്ടും എറർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്റെ വാല്യൂ ഇവിടെ 0 ആണ്, ബിന്റെ വാല്യൂ പൈ ആണ്, ഇനി n എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. അപ്പൊ h എന്ന് പറഞ്ഞാൽ എന്താണ് b മൈനസ് എ ബൈ എൻ ആണ്. അപ്പൊ b എന്ന് പറഞ്ഞാൽ പൈ മൈനസ് 0/10 എന്ന് പറഞ്ഞാൽ പൈ ബൈ 10 ആണ് വാല്യൂ എന്ന്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ അല്ല എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എന്താണ് സൈൻ എക്സ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എന്താവും കോസ് എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മോഡുലസ് വാല്യൂ വേണം അല്ലെ. എപ്പോഴും നമുക്ക് മോഡുലസ് ആണ്. മോഡുലസ് എഫ് ഡാഷ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും മോഡുലസ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് 2 സെക്കൻഡ് അത് ഔട്ട് സൈഡ് എടുക്കാം, എന്തായി കോസ് എക്സ്. ഇനി പുറത്ത് പോകുമ്പോൾ മോഡ് എക്സ് മോഡ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു മോഡ് കോസ് എക്സ്. ഇനി മോഡ് എക്സ് അല്ലെ മോഡ് എക്സ് ആണ്. എക്സിന്റെ മാക്സിമം വാല്യൂ ആണ് 0 മുതൽ പൈ വരെയാണ്. അപ്പൊ എന്താവും ഇവിടെ പൈ വരും. ഇനി സൈൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1 ആണ്. അപ്പോൾ എന്താണ് പൈ, അപ്പോൾ സൈൻ മോഡ് സൈൻ പൈ ആണ് 1 ആയി. ഈ 2 ഇൻറ്റു കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ എന്താണ് മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1. അപ്പം മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ എന്തായി പൈ പ്ലസ് 2 കിട്ടി. അപ്പൊ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയത് എന്താണ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ 2 + പൈ ആണ്. ഇനി എന്ത് ചെയ്യുക, എറർ കണ്ടുപിടിക്കുക. അപ്പൊ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ER ലെസ് ദാൻ ഓർ ഈക്വൽ ടു B മൈനസ് A ബൈ 12 ഇൻറ്റു h² ഇൻറ്റു എം. ഇനി ബി എന്ന് പറഞ്ഞാൽ പൈ മൈനസ് 0/12 ഇൻറ്റു പൈ ബൈ 10 ഹോൾ സ്ക്വയർ ഇൻറ്റു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 + പൈ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 12 ഇൻറ്റു പൈ സ്ക്വയർ ബൈ 100 ഇൻറ്റു 2 + പൈ. എന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താവും പൈ ക്യൂബ് ഇൻറ്റു 2 + പൈ അല്ലെ ബൈ
1200. Calculated from the integral minus 1 x square plus 1 dx, how many subinterval steps should be used in the trapezoidal rule to approximate the integral with an error of the magnitude less than 10 raised to minus 4. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഹൗ മെനി സബ് ഇന്റർവൽ ആണ്, എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ തന്ന ഇൻറ്റഗ്രേഷൻ എടുത്ത് എഴുതാം. ഇന്റഗ്രൽ -1 to 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എ എന്ന് പറഞ്ഞാൽ -1, ബി എന്ന് പറഞ്ഞാൽ 1 അല്ലേ, എൻ നമുക്കറിയില്ല, അവിടെ ഇട്ടു. ഇനി എന്ത് ചെയ്യുക, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇക്വേഷൻ അറിയില്ല, ബി മൈനസ് എ ബൈ എൻ ആണ്. ബി എന്ന് പറഞ്ഞാൽ 1, എ എന്ന് പറഞ്ഞാൽ എന്താണ് -1 ബൈ എൻ, എന്തായി 1 + 1 ബൈ എൻ 2 ബൈ എൻ ഇട്ടു. ഇനി എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് എടുത്ത് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താവും 2x ആയി. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താവും 2 ആയി. ഇതിൻ്റെ മാക്സിമം അല്ല, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇത് പറയുമ്പോൾ എത്ര വരുന്നത് ഇവിടെ 2 തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. എന്താ ഇക്വേഷനിലെ എറർ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ER ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ 12 എച്ച് സ്ക്വയർ ഇൻറ്റു എം. ഇനി ബി മൈനസ് എ പറഞ്ഞാൽ എന്താണ് 1 മൈനസ് 1 ബൈ 12. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ബൈ എൻ ഹോൾ സ്ക്വയർ, എം എന്ന് പറഞ്ഞാൽ 2. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ 12 അല്ലേ, മൈനസ് പ്ലസ്, അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആയി. ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ബൈ എൻ സ്ക്വയർ ഇൻറ്റു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എത്ര വരും, ബാക്കി ബാലൻസ് വരുന്നത് 4 ബൈ 3n സ്ക്വയർ വരും. ഇനി ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെൻറ്റൻസ് എന്താ പറയുന്നത്, ദ റൂൾ അല്ലെ വിത്ത് ആൻ എറർ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഈസ് ലെസ് ദാൻ 10 raised to -4. അപ്പോൾ ഇതിനെ 10 raised to -4 ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എങ്ങനെയാണ്, ദ എറർ absolute value will therefore be the less than 10 raised to -4. അപ്പോൾ മാറ്റി നമ്മൾ 4 by 3 n സ്ക്വയർ ലെസ് ദാൻ 10 raised to -4. ഇനി ഇതിനൊരു 10 raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 4 into 10 raised to 4 by 3n സ്ക്വയർ ലെസ് ദാൻ 1, അല്ലെങ്കിൽ 10 raised to -4 അങ്ങോട്ട് കൊടുത്താലും ഒരേപോലെ തന്നെയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഈ n സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്താ 4 into 10 raised to 4 by 3 ലെസ് ദാൻ n സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, n ആക്കാം. അപ്പോൾ എന്താ റൂട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ റൂട്ട് ഓഫ് 4 into 10 raised to 4 by √3 ലെസ് ദാൻ n. അങ്ങനെ ഉണ്ടാവും, √4 എന്ന് പറഞ്ഞാൽ 2, 10 raised to 4 അതിൻ്റെ റൂട്ട് പറഞ്ഞാൽ 10 സ്ക്വയർ ആയി, √3 ലെസ് ദാൻ n. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എത്ര വാല്യൂ കിട്ടുക, 115.6 ലെസ് ദാൻ n. അപ്പോൾ പോയിന്റ് ഒരിക്കലും പറ്റില്ല, 5 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക, 116. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്താണ് ഇവിടെ 116. n എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് സ്റ്റെപ്പ് ആണ്, സ്റ്റെപ്പ് ഒരിക്കലും പോയിന്റ് വരില്ല, അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക 116 ആക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഫ്രം ദി ഇന്റഗ്രൽ 1 to 2 1 by x dx, how many subinterval should be used in the trapezoidal rule approximate the integral with an error of magnitude less than 10 raised to -4. അപ്പോൾ തന്ന ഇന്റഗ്രേഷൻ വാല്യൂ എടുത്ത് ചെയ്തെന്താവും, ഇന്റഗ്രൽ 1 to 2 1 by x dx. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 by x ആണ്, എന്റെ വാല്യൂ 1, ബിന്റെ വാല്യൂ 2 ആണ്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി മൈനസ് എൻ ആണ്, ബി എന്ന് പറഞ്ഞാൽ 2, എ എന്ന് പറഞ്ഞാൽ 1 by n. അപ്പം എന്തായി 1 by n ഇട്ട്. ഇനി അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -x all raised to -2. ഇനി അടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2x raised to -3 വരും. ഇനി m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
upper bound for the value of f double dash on closed interval 1,2 ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനകത്ത് എഫ് ഡാഷിനകത്ത് 1 എന്താ കൊടുക്കുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കൊടുത്താൽ 2 ഇൻറ്റു മൈനസ് അല്ലെ 1 ഹോൾ റൈസ് ടു -3, ദാറ്റ് ഈസ് 2/1³ വരും, ദാറ്റ് ഈസ് 2. ഇനി അടുത്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, 2 ഇൻറ്റു -2 ഹോൾ ക്യൂബ് ഈക്വൽ ടു 2 എന്തായി ഇതിന് താഴോട്ട് കൊണ്ടുപോയാൽ എന്താ വരിക, 8, ദാറ്റ് ഈസ് 1/4. അതിൽ ഏറ്റവും വലുത് വരുന്നത് എന്താണ്, 2 ആണ് വാല്യൂ. അപ്പോൾ എം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആയി കിട്ടും. ഇനി ആ എറർ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ER ലെസ് ദാൻ ഓർ ഈക്വൽ ടു b-a/12 h² ഇൻറ്റു എം. ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, 12, h എന്ന് പറഞ്ഞാൽ 1/n ഹോൾ സ്ക്വയർ, എം എന്ന് പറഞ്ഞാൽ 2. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/12 ഇൻറ്റു 1/n² ഇൻറ്റു 2. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും, 1/6n² വരും. ഇനി അടുത്തെന്താ പറയുന്ന സ്റ്റെപ്പിൽ, ലാസ്റ്റ് സ്റ്റെപ്പിൽ അല്ലേ, ദ എറർ absolute value will therefore be less than 10⁻⁻⁴. അപ്പോൾ തന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒരു 10⁻⁻⁴ കൊണ്ട് ഇക്വേഷൻ. അപ്പോൾ തന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/6 ഇൻറ്റു n² 10⁻⁻⁴ കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 10⁻⁻⁴ ഇങ്ങോട്ട് വരുമ്പോൾ 10⁻⁴/6n² ലെസ് ദാൻ 1. അപ്പോൾ 10⁻⁴/6 ലെസ് ദാൻ n² ആയി. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും, 10⁻⁴/√6 ലെസ് ദാൻ n കിട്ടും. റൂട്ട് ഓഫ് 10⁻⁴/√6 എന്ന് പറയുമ്പോൾ 10² ലെസ് ദാൻ. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും, 14.83 ലെസ് ദാൻ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്തായി, 41 ആയി. ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക.